It was super, Bhaiya. Everyone should watch. Everyone should watch. It was a super movie. Everyone should watch. Bhagavad Gita has a great role in this movie. Everyone should watch. Everyone should watch. Thank you, Bhaiya. It's a family movie. Everyone should watch. Everyone should watch. Prabhas acting super, Bhaiya. Super, Bhaiya. Prabhas acting is a super. പടം ഇഷ്ടപ്പെട്ടു. നിങ്ങൾ എങ്ങനെ റിവ്യൂ കേൾക്കുന്നത്? റാൻഡംലി ആൾക്കാർ എന്താ പറയുന്നത്? രണ്ടഭിപ്രായം സബ്ജക്റ്റീവാണ്. ഇതിപ്പോൾ ഫസ്റ്റ് ഹാഫ് കാണുമ്പോൾ നമ്മൾ വിചാരിച്ച ഒരു കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കിയ മൂവി പോലെ പ്രഭാസിന്റെ മുന്നത്തെ സിനിമ പോലെയൊക്കെ ആയിപ്പോന്നൊക്കെ വിചാരിച്ചു. കാരണം പ്രഭാസിന്റെ ഓവർ സ്വാഗും കാര്യങ്ങളൊക്കെ കുറച്ച് അരോചകമായിരുന്നു. ബട്ട് പിന്നീട് കഥയിലേക്ക് സിനിമ കടക്കുമ്പോഴൊക്കെയാണ് കഥയുടെ ഒരു മട്ടും ഭാവം മാറുന്നത്. ഇപ്പോൾ ഒരു ഫസ്റ്റ് പാർട്ട് ഇപ്പോൾ ഇറങ്ങിയപ്പം അതിൽ ഷോ സ്റ്റീലറായിട്ടുള്ളത് അമിതാഭ് ബച്ചൻ തന്നെയാണ്. അമിതാഭ് ബച്ചനാണ് ആക്ച്വലി ഒരു പിടിച്ച് നിർത്തിയിട്ടുള്ള സിനിമ. ഇനിയിപ്പോൾ എങ്ങനെയാണ് സെക്കൻഡ് പാർട്ട്, ഇപ്പോൾ ബാക്കിയുള്ള റിവ്യൂസ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ സിനിമ വിലയിരുത്താറില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു, എൻജോയ് ചെയ്തു. എങ്ങനെയുണ്ട് വിഷ്വലി? എങ്ങനെയുണ്ട് പടം? ഒരു 700 കോടിക്ക് മേളിലുണ്ട്. അപ്പോൾ വിഷ്വലി എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു ആക്ച്വലി VFX 700 കോടി നമ്മൾ ഇന്ത്യൻ സിനിമയെ പറ്റി സംബന്ധിച്ച് നോക്കുമ്പോൾ ഇത് ഭയങ്കര ഒരു അച്ചീവ്മെൻറ്റ് പോലെ നമുക്ക് കാണാം. ഇങ്ങനെ പെട്ടെന്ന് എല്ലാവരും ട്രോളി സിനിമ ഇല്ലാണ്ടാക്കുന്നത് ശരിയല്ല. കാരണം ഇവർക്ക് പറ്റുന്ന രീതിയിൽ അവർ മാക്സിമം നന്നായി ആക്കിയിട്ടുണ്ട്. ആ ഒരു കാരണം ഞാൻ പറഞ്ഞില്ല, കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കിയ മൂവി പോലെയാണ്. നമ്മൾ വലിയ ആൾക്കാർ ഇത്രയും വന്ന് ലോജിക്കും സയൻസും ഈ പറഞ്ഞ പോലെ VFX ജഡ്ജ് ചെയ്യേണ്ട ആവശ്യമില്ല. കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. ഇപ്പം ഞാനൊരു 18 വയസ്സിന് താഴെയുള്ള കുട്ടിയായിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്കത് ഭയങ്കര ഫാൻറ്റസി ആയിട്ട് കാണും. സോ കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. ഇത് 3D ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? 3D എഫക്ട്സ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? 3D കൊള്ളാം, നല്ല രസമുണ്ട്. ഞാൻ കുറച്ച് ബാക്കിലായി പോയി, അതുകൊണ്ട് കുറച്ചും കൂടെ ഒരു ഫ്രണ്ടിലായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഫീൽ കിട്ടും. പക്ഷെ അപ്പോഴും നല്ല രസമുണ്ട്. നല്ല മൂവിയാണ്, നല്ല മൂവിയാണ്. ചേട്ടാ ഏത് ലാംഗ്വേജ്? ഞാൻ മലയാളമാണ്. മലയാളം എങ്ങനെയുണ്ട്? ഡബിംഗ് ഒക്കെ ഡബിങ്ങാണ്, നല്ല ഡബിങ്ങാണ്. നമ്മൾ ഇൻ്റർനാഷണലാണ് സിനിമയുടെ ഒരു ഇത് തുടങ്ങുന്നത് തന്നെ. പക്ഷേ ഇത് പകുതി നിർത്തിക്കുന്നേ ഉള്ളൂ ഫിലിം. പനി ഉണ്ട്. സെക്കൻഡ് പാർട്ട് ഉണ്ടല്ല. ഇത് യൂണിവേഴ്സ് സ്റ്റാർട്ടിംഗ് ആണ് പറഞ്ഞേക്കുന്നത്. ലാസ്റ്റ് ക്ലൈമാക്സിൽ യൂണിവേഴ്സ് ആണ്. അടിപൊളിയായിട്ടുണ്ട്. ഏതാ വിഷ്വലി 3D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ IMAX-ൽ കാണേണ്ട സിനിമ യഥാർത്ഥം. IMAX-ൽ കണ്ടതിന് അല്പം കൂടെ ഒരു റിച്ച് ആയിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. പക്ഷേ ആരെയും പേര് എടുത്ത് പറയാനില്ല, എല്ലാവരും അടിപൊളിയായിട്ടുണ്ട്. അവസാനം 1/2 മണിക്കൂർ ഒരു രക്ഷയില്ല. ന്യൂ യൂണിവേഴ്സ് ബ്രോ, കം ആൻഡ് വാച്ച് ഇൻ തിയേറ്റർ. എങ്ങനെയുണ്ട്? എഫക്ട്സ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? എക്സെപ്ഷണലി ഗുഡ്. ഇങ്ങനെ എക്സ്പീരിയൻസ് ഇതുവരെ തിയേറ്ററിൽ നിന്ന് കിട്ടിയിട്ടില്ല ഇന്ത്യൻ സിനിമയ്ക്ക്. നല്ല പെർഫോമൻസ് ഉണ്ട്. പിന്നെ എല്ലാം VFX ആണ് കൂടുതലും. അടുത്തൊരു പാർട്ട് സെക്കൻഡ് തിയേറ്റർ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? ഒരു VFX കാര്യങ്ങളൊക്കെ. അതെ അത് തന്നെയാണ് കൂടുതൽ ഹൈലൈറ്റ്. തിയേറ്ററിൽ കാണാൻ പറ്റിയ പടമാണ്. ബാക്കി എന്താ എടുത്ത് പറയാനുള്ള? കുറെ ക്യാമിയോസ് ഒക്കെ ഉണ്ടല്ലോ. കുറേ ഉണ്ട്. എല്ലാവരും കുറച്ചൊക്കെ ഉള്ളൂ. കമൽഹാസൻ എങ്ങനെയുണ്ട്? കമൽഹാസന് അടുത്ത പാർട്ടിലായിരിക്കും. കുറച്ച് നേരമേ ഉള്ളൂ, സ്ക്രീൻ പേഴ്സൺ അധികം ഇല്ല. നെക്സ്റ്റ് പാർട്ടിലത്തേക്ക് ഒരു ചൂണ്ടി കാണിക്കും. ഒരു പ്രഭാസിന്റെ തിരിച്ചുവരവെന്ന് പറയാൻ പറ്റൂ ഇതില്? കുഴപ്പമില്ല. പടം കാണേണ്ട ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആയിട്ടുള്ള പടം. ഫസ്റ്റ് ഹാഫ് നല്ല ബിൽഡപ്പിൽ കൊണ്ടുവന്നിട്ട് സെക്കൻഡ് ഹാഫ് പിന്നെ ഒരു രക്ഷയില്ല. ക്ലൈമാക്സ് ഒക്കെ എടുക്കുമ്പോൾ ആ ഒരു ക്യാരക്ടേഴ്സ് ഇല്ലേ, ആ ഒരു ഹിന്ദു മിത്തോളജി, ആ പുരാണപരമായിട്ടുള്ള ക്യാരക്ടേഴ്സ് നന്നായിട്ട് അങ്ങ് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. ആ പുരാണമൊക്കെ ഇഷ്ടപ്പെടുന്ന, ആ ഒരു മഹാഭാരത ആ ഒരു സംഭവമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും നല്ല ഒരു രോമാഞ്ചിഫിക്കേഷൻ നൽകുന്ന പടമാണ്. വിഷ്വലിയാണ് പറഞ്ഞത്. VFX കുറച്ച് ബഡ്ജറ്റ് നമ്മൾ ഹോളിവുഡ് പടത്തിനെയൊക്കെ അപേക്ഷിച്ച് അധികമില്ല. പക്ഷേ ആ ഉള്ള ബഡ്ജറ്റിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് കുറച്ച് കോമഡിയൊക്കെ വർക്കായില്ല. സെക്കൻഡ് ഹാഫ് അടിപൊളിയായിരുന്നു. എസ്പെഷ്യലി പ്രഭാസ് ക്ലൈമാക്സ് ഒക്കെ ആയപ്പോൾ സൂപ്പർ. ഒരു 3 മണിക്കൂറാണ് പടം പറഞ്ഞത്. അപ്പോൾ എന്തെങ്കിലും ലാഗോ കാര്യമായിട്ട് ലാഗ് ഇല്ലായിരുന്നു. എനിക്ക് പേഴ്സണലി അങ്ങനെ ലാഗ് തോന്നിച്ചിട്ട് ഇഷ്ടപ്പെട്ടു. മേക്കിംഗ് വൈസും നാഗോഷി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സിനിമാറ്റോഗ്രഫി എല്ലാവരും നന്നായിട്ട് ആക്ടിങ്. ശോഭന മാം വരെ സ്കോർ ചെയ്തിട്ടുണ്ട് ഈ പടത്തിൽ. അന്നാബെന്നൊക്കെ ഉണ്ടായിരുന്നു. അന്നാബെന്നും ഉണ്ട്. എല്ലാവരും കുറച്ച് സർപ്രൈസസും ഒക്കെ ഉണ്ട്.